ജുവലറിയിൽ സെയിൽസ് ഗേളായി 11 മാസം നിന്ന പെൺകുട്ടി 1,66,00,000 രൂപയുടെ സ്വർണം കടത്തി. സംഭവം അഹമ്മദാബാദിലാണ്. ഡയമണ്ട് ജുവലറിയൊക്കെ ധാരാളം ഷോപ്പുകളുള്ള സ്ഥലങ്ങളാണല്ലോ അഹമ്മദാബാദ്. അവിടെ ഒരു ജുവലറി ഷോപ്പിൽ ഈ പെൺകുട്ടി അർഷിത ഷെട്ടി എന്ന ഈ ചെറുപ്പക്കാരി ജോലിക്ക് കയറി. ആ ജുവലറിയിലെ CCTV ദൃശ്യങ്ങളെല്ലാം ഉണ്ട്, അതിൻ്റെ അകത്തുണ്ട്, പുറത്തുണ്ട്. പക്ഷേ ഇവരവിടെ ജോലിക്ക് ചേരുന്ന സന്ദർഭത്തിൽ ഇവർ പതുക്കെ അവിടുത്തെ ഗോൾഡ് ചിലതൊക്കെ മോഷ്ടിക്കാൻ തുടങ്ങി. അത് CCTV ദൃശ്യത്തിൽ നോക്കിയാൽ ഏതെങ്കിലും അൽമാരയെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എടുക്കുന്നതായിട്ട് കാണില്ല. ഇത് ഡിസ്പ്ലേ ട്രേയിൽ ആൾക്കാർ വരുമ്പം ഇതൊക്കെ വെച്ച് മുൻവശത്ത് കാണിക്കും. അവരോരോന്നൊക്കെ എടുത്തു നോക്കി അതൊക്കെ ഒരു പെട്ടി പോലെയാണ്, ഗ്ലാസ് ഇട്ട് ഡിസ്പ്ലേ ട്രേയിൽ. അത് അവരെടുത്തൊക്കെ പരിശോധിച്ച ശേഷം അവർ വേണ്ടാന്ന് പറഞ്ഞ് അത് മാറ്റി വെക്കുമ്പം അടുത്ത ഡിസ്പ്ലേ ട്രേയിലോട്ട് പോകുമ്പോൾ ഇവർ പതുക്കെ ആ ഡിസ്പ്ലേക്കകത്ത് നിന്ന് ഒരെണ്ണം തെന്നിച്ച് ഇവരുടെ യൂണിഫോമിൻ്റെ അകത്തോട്ട് ഇടും. അത് ഒരെണ്ണം എടുക്കുന്നതിന് കണ്ടത്തിൽ അത് ആ സമയത്ത് തന്നെ തെറ്റിച്ചാണ് അവരുടെ വസ്ത്രത്തിൻ്റെ അകത്തേക്ക് ഇടുന്നത്. അതുകൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. ഏതായാലും ഇവർ 11 മാസം കൊണ്ട് 1,66,00,000 രൂപയുടെ സ്വർണ്ണമാണ്. ഉടമയോട് അവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ ഒരു സംശയം. ആ ജീവനക്കാരൻ ഒരു മൊബൈല് അല്ലെങ്കിൽ ജീവനക്കാരൻ CCTV ദൃശ്യത്തിൽ എല്ലാ ജീവനക്കാരെയും ദൃശ്യങ്ങൾ കാണാമെങ്കിലും ഇയാൾ അടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു ആൾക്കാർ ഷോപ്പിങ്ങിന് വന്നപ്പം ആ ഡിസ്പ്ലേ ട്രേയിലകത്തുനിന്ന് ഒരെണ്ണം ഒരു കോയിനെ ഇവരവരുടെ തെറ്റിച്ച് അവരുടെ ഡ്രസ്സിനകത്ത് ഇട്ടു. പ്രത്യേക ഡ്രസ്സാണ് ഈ ഷോപ്പിൽ ധരിക്കേണ്ടത്. യൂണിഫോമിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചാൽ അത് മടക്കി അവിടെ വെച്ച് മാറി അല്ലെങ്കിൽ അതേപടി ഇറങ്ങിപ്പോകും, ശ്രദ്ധിക്കത്തില്ല ആരും. ഇവിടെ കൂടെയുള്ള ജീവനക്കാരനെ അയാൾ അടുത്ത് നിന്ന് ഇവർ ഡിസ്പ്ലേ ട്രേയിലൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് വേറൊരു കസ്റ്റമർ വന്നപ്പോൾ ഇവർ അങ്ങോട്ട് പോകാൻ നിർബന്ധിതരായപ്പം ഇയാൾ ആ ഡിസ്പ്ലേ ട്രേ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എണ്ണത്തിൽ ഒരെണ്ണം കുറവ്. വന്നവരത് എടുക്കാനുള്ള സാധ്യതയും ഇല്ല എന്ന് മനസ്സിലായി. ഈ പെൺകുട്ടി അർഷിത ഷെട്ടി അത് തട്ടിയോ എന്ന് ഇയാൾക്കൊരു സംശയം. ഇയാൾ മുതലാളിയെ വിളിച്ചു, കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഇപ്പം കുറവാണ്, അതുകൊണ്ട് അതൊന്ന് പരിശോധിക്കണം. ഉടമ എന്തായാലും ഇവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് സംശയം മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 4:30 ആയപ്പോൾ ഇവൾ പെട്ടെന്ന് ജോലി മതിയാക്കി പോയി. രാത്രി വരെ ജോലിയുള്ളതാണ്. അപ്പോൾ എന്താ പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇയാൾക്ക് ഈ സംശയം വന്നുകൊണ്ടായിരിക്കാം. അവർ പറഞ്ഞു, മോലാളി ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പം ഉണ്ണാനായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ അനുവാദം വാങ്ങിച്ചിരുന്നു, സ്വല്പം നേരത്തെ പോകുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷെ മുതലാളി അങ്ങനെ അനുവാദം, മുതലാളിയെ ഈ സ്റ്റാഫ് വിളിച്ച് ചോദിച്ചപ്പം അങ്ങനെ അനുവാദം കൊടുത്തിട്ടില്ല, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ സംശയമായി മുതലാളിക്ക്. കാഞ്ചി പട്ടേൽ എന്ന ഉടമ ഉടൻ തന്നെ അവിടെ വന്ന് CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു. ദർശൻ ഷാ എന്ന സ്റ്റാഫാണ് അദ്ദേഹത്തിനടുത്ത് ഈ വിവരം പറഞ്ഞത്. അവരെ നോക്കിക്കഴിഞ്ഞപ്പം അത് കൃത്യമായി ഇവരെ അടിച്ചു മാറ്റിയെന്ന് ദർശൻ ഷാ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കാഞ്ചി പട്ടേലിന് ബോധ്യമായി. കാഞ്ചി പട്ടേൽ തുടർച്ചയായിട്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങളെല്ലാം ഇവർ നിന്നത് മുഴുവൻ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ച് സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് 1,66,00,000 സ്വർണം മിസ്സായി. അതിനകത്ത് ഗോൾഡൻ മാത്രമല്ല ഡയമണ്ട് വരെ പോയിരിക്കുന്നതായിട്ട് കണ്ടെത്തി. ഇമ്മീഡിയറ്റായിട്ട് പോലീസിനെ വിവരം അറിയിച്ചു. ഇവരെ മൊബൈൽ വിളിച്ചപ്പം ഇവർ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു.
മെയ് 11 ആണ് ഈ സംഭവം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഇവരെ പിടിക്കാൻ അഹമ്മദാബാദ് നിക്കോളിലെ അൻമോൾ സർക്കിളിലാണ് ഈ ഷോപ്പിംഗ് മാളുള്ളത്. ആ മോഷണം നടത്തിയത് മനസ്സിലാക്കിയ ഉടൻ മുതലാളിയും ആൾക്കാരും CCTV ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിച്ചപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ മോഷണം പോയെന്ന് മനസ്സിലാക്കിയത്. ഉടൻ തന്നെ പോലീസ് വന്നു. ഇത്രയും വലിയൊരു എമൗണ്ട് 1,66,00,000 ആയതുകൊണ്ട് ക്രൈംബ്രാഞ്ച് രംഗപ്രവേശം ചെയ്തു. അഹമ്മദാബാദ് ക്രൈംബ്രാഞ്ച് രംഗത്ത് വന്നു. ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. ഇവൾ ഈ സ്വർണം മുഴുവൻ മോഷിച്ച് തൻ്റെ കാമുകനായ ഒരാളുമായിട്ട് ചേർന്ന് അയാളുമായിട്ട് ഒന്നിച്ച് താമസിക്കാനും, അയാൾ അവിവാഹിതനല്ല, അയാൾ വിവാഹിതനാണ്. ആ വിവാഹിതനായിട്ട് ഇവക്ക് ചില ബന്ധങ്ങൾ വന്നു. അയാളുമായിട്ട് ചേർന്നിട്ട് ഈ ആഭരണശാലയിലെ ഇത്രയും കോടി രൂപയുടെ സ്വർണങ്ങൾ അടിച്ചു മാറ്റി അയാളെ ഏൽപ്പിച്ച് രണ്ടുപേരും അവിടെ നിന്ന് യാത്രയായി. സംശയം തോന്നിയപ്പം മുങ്ങി നോർത്ത് ഇന്ത്യയിലെ പല വലിയ ഹോട്ടലുകളിലും പല സ്റ്റേറ്റുകളിലും മാറി മാറി താമസിക്കുകയും ഈ ഗോൾഡ് ഓർണമെൻറ്റ് വിൽക്കുകയും ചെയ്തു. ഏതായാലും കുറേയൊക്കെ വിറ്റ് കഴിഞ്ഞപ്പം പല ഹോട്ടലിലൊക്കെ താമസിച്ച ഒരു ദിവസം ആ സ്ത്രീ കുളിക്കാനായിട്ട് ബാത്റൂമിൽ പോയപ്പം കുറേ അധികം ആഭരണങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ പാർട്ട്ണർ സ്ഥലം വിട്ടു. അവർ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇയാളെ കാണാനില്ല. അത്യാവശ്യം കുറച്ച് ഗോൾഡ് മാത്രം ഇവർ മാറ്റിവെച്ചത് കയ്യിലുണ്ട്, ബാക്കി മുഴുവൻ അയാൾ കൊണ്ടുപോയി. പോലീസ് അന്വേഷിക്കുകയാണ്. അവരെന്തായാലും പോലീസിന് ഫോണിൽ കൂടെ വിവരം കൊടുത്തു ഇയാളെ പറ്റിയുള്ളത്. കാരണം അത്രയും കോടി രൂപയുടെ സാധനം നഷ്ടപ്പെടുമല്ലോ. പോലീസ് എന്തായാലും അയാളെ അന്വേഷിച്ച് ലോക്കൽ പോലീസുമായിട്ട് അന്വേഷിച്ച് നടന്നു. ഇവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ട് ഇവരെ കയ്യിലുള്ള ആഭരണങ്ങൾ കുറേയൊക്കെ കിട്ടി, കുറേയൊക്കെ വിറ്റുപോയി. ഭൂരിപക്ഷം ആഭരണങ്ങൾ അയാൾ കൊണ്ടുപോയി. അയാൾ നല്ല കള്ളനാണ്, അയാൾ വിവാഹിതനാണ് എന്നാണ് ഇവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ജുവലറിയിലെ ഇതുപോലെയുള്ള മോഷണങ്ങൾ ഈ 11 മാസം കൊണ്ട് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ മോഷണം നടത്താനുള്ള കഴിവുള്ള സ്ത്രീയാണ്. എത്ര ക്വിക്കായിട്ടാണ് ഇത്രയും 11 മാസം കൊണ്ട് ഇത്രയും കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റിയത്. രണ്ടാമത് അത് CCTV ദൃശ്യത്തിൽ കിട്ടാതിരിക്കാനുള്ള ടെക്നിക്കുകളാണ്. അത് ആ ഡിസ്പ്ലേ ബോർഡിനകത്തുനിന്ന് പതുക്കെ തെറ്റി മാറ്റുകയാണ്. അവിടെ ജോലിക്ക് വരുമ്പോൾ അവർ ഡ്രസ്സ് മാറി അവിടുത്തെ സ്റ്റാഫിൻ്റെ യൂണിഫോം അവർ ധരിക്കണം. അതിനകത്ത് ഇടതും വലതും 2 വലിയ പോക്കറ്റുണ്ട്. അത് ഇങ്ങനെ ഒന്ന് വിടർത്തി പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് തെറ്റിച്ചാൽ ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളെല്ലാം പതുക്കെ അവരെ പോക്കറ്റിലേക്ക് മാറ്റാൻ പറ്റും. അത് ആരും അറിയത്തില്ല. CCTV ചിലപ്പം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അർഷിത ഷെട്ടി ഒളിവിൽ പോയെങ്കിലും അവരെ ചതിച്ച കള്ളനെപ്പറ്റി ഇനി പറയുന്നതായിരിക്കും ബുദ്ധി. പോലീസ് 2 പേരെ അന്വേഷിക്കുന്ന മറിച്ചുകൊണ്ടാണ് അവർ ആ കള്ളനെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുത്ത്. ഏതായാലും ക്രൈംബ്രാഞ്ച് ലോക്കൽ പോലീസിൻ്റെ സഹായത്തോടെ ആ കള്ളനെ പൊക്കി അയാളുടെ കുറേ അധികം ഗോൾഡുകളൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റി. എങ്കിലും നല്ലൊരു ശതമാനം ഇതുവരെ റിക്കവർ ആയിട്ടില്ല. അതുകൊണ്ട് അതിലേക്ക് പോലീസ് ശ്രമിക്കുകയാണ്. 2 പേരെയും അറസ്റ്റ് ചെയ്തത് ഭാഗ്യം.